ഹായ്, അസ്സലാമു അലൈക്കും. ZX വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ഓണം. ഇന്ന് ഞാനൊരു ശർക്കര മത്തൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സദ്യയിലൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് മത്തൻ തൊലിയും കുരുവും എല്ലാം കളഞ്ഞ് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വൻപയറാണ്. ഇത് കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഇതിലേക്ക് ശർക്കര, ഏലക്ക പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തേങ്ങ ചിരവിയത്. ആദ്യം തന്നെ നമുക്ക് പയറാണ് വേവിച്ചെടുക്കേണ്ടത്. അതിന് ഞാൻ കുക്കറിലാണ് പയർ വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പയറിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. നമ്മുടെ പയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മത്തൻ ആഡ് ചെയ്യാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പയർ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇത് രണ്ടും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് 2 വിസിലും കൂടെ ഒന്ന് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഓവർ കുക്കാവരുത്. നെയ്യ് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നെയ്യും തേങ്ങയും ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ല ഒരു ഫ്ലേവറാട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. എന്താ ഈ ഒരു പരുവമായ മാത്രം മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോഴൊക്കെ നമ്മുടെ മത്തനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ശർക്കര ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ചൂടാക്കി എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഏലക്ക പൊടിച്ചത് ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തിട്ടാണ് ഈ ഒരു നിറം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മത്തനൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. രണ്ടും കൂടെ മിക്സാക്കിയതിന് ശേഷം 2 മിനിറ്റ് നേരം ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കണ്ടില്ലേ, നമ്മുടെ ശർക്കര മത്തൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ശർക്കര മത്തൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സർവിങ് ബൗളിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണിത്. ചെറിയ കുഞ്ഞുങ്ങൾക്കും അതുപോലെ വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്.
നമ്മൾ തേങ്ങ നെയ്യിൽ വറുത്തെടുത്തതുകൊണ്ട് നമുക്കിതൊന്ന് വറവിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്ന് നെയ്യിൽ വറുത്തെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്തെടുത്താൽ മതി. നമ്മുടെ ശർക്കരമത്തൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ കമൻറ്റും കൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബായ്, അസ്സലാമു അലൈക്കും.